റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ശ്രീചിത്രയിൽ ECHS പദ്ധതി നിലച്ചിട്ട് 10 വർഷമാവും. 10 വർഷം ECHS ഇല്ല. ECHS ആവശ്യപ്പെട്ട ബില്ലുകൾ കൈമാറാതെ ശ്രീചിത്ര വിവരാവകാശം തേടിയപ്പോൾ വിവരാവകാശ പരിധിയിൽ വരുന്നതല്ലെന്ന വിചിത്ര മറുപടിയാണ് ശ്രീചിത്ര നൽകിയത്. കുടുംബാരിയൊന്നും അല്ലല്ലോ ചോദിച്ചത്. ECHS പദ്ധതി എന്തുകൊണ്ട് നിലച്ചു എന്ന ചോദ്യത്തിനാണ് ഇത് വിവരാവകാശത്തിന്റെ പരിധിയിൽ വരുന്നില്ല എന്ന വിചിത്ര മറുപടി നൽകിയത്. പ്രശ്നപരിഹാരത്തിന് ഇടപെടണമെന്നാവശ്യപ്പെട്ട് അനന്തപുരി സോൾജീഴ്സ് പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗിന് കത്ത് നൽകിയെങ്കിലും ഇതുവരെയും നടപടി ഉണ്ടായില്ല. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം. 2008 ആണ് ECHSലേക്ക് എംപാനലാവുന്നത് ശ്രീചിത്രയും RCC അടക്കമുള്ള സർക്കാർ ആശുപത്രികൾ. അത് 2015 വരെ അവരുടെ സേവനം വിമുക്ത ഭടന്മാർക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. എന്നാൽ 2015 ആയപ്പോൾ തന്നെ ECHSൽ നിന്നും പെൻഡിങ് എമൗണ്ട് കിട്ടാനുണ്ടെന്നുള്ള ഒരു കാരണത്താൽ അവർ MOA റദ്ദാക്കുകയാണ് ചെയ്തത്. 2015 മുമ്പെയുള്ള ബില്ലുകൾ അവർ പറയുന്നത് ഒരു 56 ലക്ഷത്തോളം രൂപ അവർക്ക് നൽകാനുണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ബില്ലുകളൊന്ന് ഹാജരാക്കാനോ അതിൻ്റെ പകർപ്പ് നൽകാൻ പോലും അവർ തയ്യാറല്ല. ECHS പലതവണ ആവശ്യപ്പെട്ടു, നിങ്ങൾ ബില്ലിൻ്റെ പകർപ്പ് തരൂ, ഒറിജിനലില്ല, പകർപ്പുണ്ടെങ്കിൽ കൂടി അവർ പേയ്മെൻറ്റ് നൽകാൻ ECHS തയ്യാറാണ്. എന്നിട്ട് അത് നൽകാനോ അതുമായി സഹകരിക്കാനോ ഈവൻ ഒരു മീറ്റിങ്ങിൽ ഇരുന്ന് ചർച്ച ചെയ്യാൻ പോലും ECHSലുള്ള ഉദ്യോഗസ്ഥർ തയ്യാറല്ല. അത് കാരണം ഞങ്ങൾ എന്ത് ചെയ്തു, അനന്തപുരി സോൾജേഴ്സ് വീണ്ടും ബഹുമാനപ്പെട്ട പ്രതിരോധ മന്ത്രിക്ക് നമ്മൾ പരാതി നൽകി. കേന്ദ്രത്തിൻ്റെ തന്നെ ഒരു പദ്ധതിയാണ് ECHS. ആ പദ്ധതി കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലെ തന്നെ ഉദ്യോഗസ്ഥർ അട്ടിമറിക്കുന്നു എന്നുള്ളതാണ് ഇതിലൊരു വിരോധാഭാസം. ഓക്കെ, അരുൺ സോളമൻ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, നമ്മുടെ വിമുക്ത ഭടന്മാർക്കുള്ള പ്രത്യേക ആതുര സേവന പരിപാടിയാണ് ECHS നടപ്പിലാക്കുന്നില്ലെങ്കിൽ അതിനകത്ത് എന്തോ പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് ശ്രീചിത്ര പോലെയുള്ള ഒരു ആശുപത്രി ഒരുപാട് പേർക്കത് ആശ്വാസമാകുമായിരുന്നു. പക്ഷേ അത് നടക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ അന്വേഷിച്ചപ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത് അരുൺ സോളമൻ? എന്തുകൊണ്ടാണ് 10 വർഷമായി ശ്രീചിത്ര പോലൊരു ആശുപത്രി ഈ ECHS പദ്ധതി നടപ്പിലാക്കാതെ പോകുന്നത്? അരുൺ, ഇത് വിമുക്ത ഭടന്മാർക്കുള്ള ഒരു പദ്ധതിയാണ്. ഇത് 2008 ശ്രീചിത്രയിൽ ആദ്യമായി നടപ്പിലാക്കുന്നത്. പിന്നീട് 2015 ഇതിന്റെ MOA ശ്രീചിത്ര റദ്ദാക്കുകയാണ്. അതിന് പ്രധാനമായും ശ്രീചിത്ര ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് ECHS 65 ലക്ഷം രൂപ നൽകണമെന്നുള്ളതാണ്. പക്ഷേ ഈ 65 ലക്ഷം രൂപ നൽകണമെങ്കിൽ ശ്രീചിത്ര ഇതിന് ആവശ്യമായിട്ടുള്ള ബില്ലുകൾ കൃത്യമായ സമയത്ത് സമർപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ബില്ലുകൾ സമർപ്പിക്കാത്ത ഒരു ഘട്ടത്തിലാണ് ഈ തുക മടക്കി നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ECHS വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ ബില്ലുകൾ ഇല്ലെങ്കിൽ പോലും പകരം ഈ ബില്ലുകളുടെ പകർപ്പുകളെങ്കിലും നൽകിയാൽ മതിയെന്നായിരുന്നു നിലവിൽ അവസാനം ECHS ഈ വർഷവും ഈ ശ്രീചിത്രയോട് ആവശ്യപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ ഈ വിഷയത്തിൽ ഏപ്രിൽ മാസം ഇത് സംബന്ധിച്ചൊരു കത്തും ശ്രീചിത്രയ്ക്ക് നൽകി. നമുക്ക് ഒരുമിച്ചിരുന്ന് ഇത് ചർച്ച ചെയ്ത് ഇത് പരിഹരിക്കാം. കാരണം ഒട്ടനവധി മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ വിമുക്ത ഭടന്മാരുടെ കുടുംബങ്ങൾക്ക് അവരുടെ ചികിത്സയ്ക്ക് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം പരിഹരിക്കേണ്ടുന്ന ഒരു വിഷയമായിരുന്നു ഇത്. കേന്ദ്ര പ്രതിരോധ